സൊല്യൂട്ടിൻ്റെ സൊല്യൂഷൻ ഈസ് 0.1. അപ്പോൾ നമുക്ക് സൊല്യൂട്ടിൻ്റെ മോൾ ഫ്രാക്ഷൻ തന്നിട്ടുണ്ട്. എത്രയാണ്? 0.1. 0.1 നമുക്ക് 1/10 ആയിട്ട് എഴുതിക്കൂടെ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് ഈ ഒരു ഇൻഫോർമേഷൻ നമുക്ക് എന്തെല്ലാം കിട്ടും? നമുക്ക് നമ്മൾ തന്നെ മോൾ ഫ്രാക്ഷൻ ഡിഫൈൻ ചെയ്തോളൂ. അപ്പോൾ ഞാൻ ഈ 1/10 കുറച്ചുകൂടി 1 + 9 എന്ന രീതിയിൽ എഴുതും. ദാറ്റ് മീൻസ് മോൾസ് ഓഫ് സൊല്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 1ഉം മോൾസ് ഓഫ് സോൾവെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 9ഉം നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. പക്ഷേ ഇത് വെച്ച് നമുക്ക് ഉത്തരം ചെയ്യാൻ പറ്റും. ഇനി പറയുന്നത് വെച്ചാൽ മൊളാരിറ്റിയും സെയിം ആണെന്നാണ് പറയുന്നത്. അങ്ങനെയാകുമ്പോൾ മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ മോൾസ് ഓഫ് സൊല്യൂഷൻ ഡിവൈഡ് ബൈ വോളിയം തന്നിട്ടുണ്ടോ? വോളിയം തന്നിട്ടില്ല. പക്ഷേ ഇവിടെ ഡെൻസിറ്റി തന്നിട്ടുണ്ട്. നമുക്കൊരു കാര്യം അറിയാം, ഡെൻസിറ്റി ഇസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം ആണ്. സോ വോളിയം ഇസ് ഈക്വൽ ടു മാസ് ഡിവൈഡ് ബൈ ഡെൻസിറ്റി ആണ്. മാസ് ഡിവൈഡ് ബൈ ഡെൻസിറ്റി എത്രയാണ്? അത് 2 ആണ്. ഇനി മാസ് ഓഫ് ദി സൊല്യൂഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ്? മാസ് ഓഫ് സൊല്യൂഷൻ എന്നാൽ മാസ് ഓഫ് ദി സോൾവെൻറ്റ് പ്ലസ് മാസ് ഓഫ് സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇതിൻ്റെ മോളാർ മാസിനെ എം എന്ന് വിളിക്കുകയാണ്, ഇതിൻ്റെ മോളാർ മാസിനെ സ്മോൾ എം എന്ന് വിളിക്കുകയാണ്. അങ്ങനെ ആകുമ്പോൾ ടോട്ടൽ മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രയാണ്? ടോട്ടൽ മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ടും 9 മോൾസ് ഓഫ് സോൾവെൻ്റ് ഉണ്ട്, റൈറ്റ്? സോ 9m പ്ലസ് സ്മോൾ എം എന്ന് പറഞ്ഞൂടെ? ബിക്കോസ് 1 മോൾ സോൾവെൻ്റ് ഉള്ളൂ. അപ്പം മോൾ ഇൻറ്റു മോളാർ മാസാണ് മാസ്, റൈറ്റ്? സോ അത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ബൈ 2 ആണ് എന്ത്? വോളിയം. സോ ഞാൻ എന്ത് ചെയ്യും? 9m പ്ലസ് m ബൈ 2 ഇൻറ്റു 1000 ചെയ്യണം. എന്തുകൊണ്ടാണ്? ഇത് നമുക്ക് ഗ്രാം പെർ എം എൽ കിട്ടാൻ. അപ്പോൾ നമുക്ക് ഇവിടെയുള്ള വോളിയം ഗ്രാം പെർ എം എൽ ആയിരിക്കും, എം എൽ ആയിരിക്കും. സോ വോളിയം ലിറ്ററിലേക്ക് അങ്ങനെ ബൈ 1000 ചെയ്യും. അപ്പോൾ അത് മോളോട്ടേക്ക് വരും. അതെന്ന് പറഞ്ഞാൽ മൊളാലിറ്റി ആവുമല്ലോ. മൊളാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സോൾവെൻറ്റ്. മാസ് ഓഫ് സോൾവെൻറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? സോൾവെൻറ്റിൻ്റെ മോൾസ് അറിയാം. സോ 9m അതായിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്കിനി സോൾവ് ചെയ്യാം. മോളോട്ടേക്ക് പോകുമ്പോൾ ഇത് 2000 ഇസ് ഈക്വൽ ടു 1/9m. ഇവിടെ എന്തുണ്ട്? 9m ക്യാപിറ്റൽ എം പ്ലസ് സ്മോൾ എം ഉണ്ട്. ശരി, അതിങ്ങോട്ടേക്ക് പോയി. ഇപ്പം എത്ര? 18,000 ക്യാപിറ്റൽ എം ഇസ് ഈക്വൽ ടു 9m പ്ലസ് സ്മോൾ എം. സോറി, ഇവിടെ നിന്ന് നമ്മളൊരു കാര്യം മറന്നു. ഇവിടെയും ആക്ച്വലി ഈ മാസ് ഗ്രാംസിലായിരിക്കും. സോ അത് കിലോഗ്രാംസിൽ മാറ്റണം. അപ്പോൾ ഇത് രണ്ട് ക്യാൻസലായി പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് സുഖമായിട്ട് 9m അങ്ങനെ ആയിട്ടില്ല. 2/9m പ്ലസ് എം ഇസ് ഈക്വൽ ടു 1/9m ആണെങ്കിൽ 18 ക്യാപിറ്റൽ എം ഇസ് ഈക്വൽ ടു 9m പ്ലസ് സ്മോൾ ലെറ്റർ എം. ഇവിടെ നമുക്ക് കിട്ടും 9 ക്യാപിറ്റൽ എം ഇസ് ഈക്വൽ ടു എം. സോ എം ബൈ ക്യാപിറ്റൽ എം അതാണ് സൊല്യൂട്ടിൻ്റെ മോളർ മാസ് ഡിവൈഡ് ബൈ സോളിൻ്റെ മോളർ മാസ്. അത് 1/m ആണ്. ഇതാണ് ഉത്തരം. ഓക്കെ, ഒരു അഡ്വാൻസ് ക്വസ്റ്റ്യൻ ആവുമല്ലോ, പക്ഷേ സിമ്പിൾ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, ഇത് H2SO4 എന്തായാലും എന്നെ വെച്ച് ട്രീറ്റ് ചെയ്യുന്നുണ്ട് പോലും. അപ്പോൾ എന്ത് ചെയ്യുക? ആദ്യം റിയാക്ഷൻ H2SO4 പ്ലസ് NaOH എന്താ കിട്ടുക? ആസിഡ് ബേസ് റിയാക്ഷൻ. സോ ഇറ്റ്സ് ലൈക്ക് Na2HSO4 പ്ലസ് വെള്ളം കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് ബാലൻസ് ചെയ്യാം. ഇപ്പോൾ എത്ര ഹൈഡ്രജൻ ഉണ്ട്? ഇവിടുന്ന് ബാലൻസ് ചെയ്യാം. ഓക്കെ, 4 ഹൈഡ്രജൻ. ബിക്കോസ് ഇവിടെ 1 2 + 2 4. ഓക്കെ, ഫസ്റ്റ് അല്ല. ഇനി ഇവിടെ 2 ലിറ്റർ ഓഫ് 0.2 മോളാർ. ഇവിടുന്ന് വോളിയം ഇൻറ്റു മോളാർ എന്ന് പറഞ്ഞാൽ മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? മോൾസ് ആണ്. സോ 0.4 മോൾസ് ഈ പറഞ്ഞ സാധനം ഉണ്ട് പോലും. അത് നമുക്ക് ഇൻഡയറക്റ്റായിട്ട് തരാണ്. അതേപോലെ എന്താണ്? 0.2 മോൾസ് NaOH ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ താരാണ് ലിമിറ്റിംഗ് റിയേജൻറ്റ്. സ്വാഭാവികമായിട്ടും NaOH ആണ് നമ്മുടെ ലിമിറ്റിംഗ് റിയേജൻറ്റ്. ഇനി എത്ര മോൾസ് ഓഫ് മൊളാരിറ്റി ഓഫ് ദി റിസൾട്ടിംഗ് പ്രോഡക്റ്റ് Na2SO4. Na2SO4 മൊളാരിറ്റി കിട്ടാൻ വേണ്ടി എന്ത് വേണം? മോൾസ് വേണം. പിന്നെന്താ? വോളിയം വേണം. വോളിയം 2 + 2 4 ഉണ്ട്. മോൾസ് കിട്ടണമെങ്കിൽ നമ്മൾ നോർമൽ മോൾ കോൺസെപ്റ്റ് അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ സ്റ്റോഷിയോമെട്രി അപ്ലൈ ചെയ്യുക. അപ്പോൾ ലിമിറ്റിംഗ് റിയേജൻറ്റ് 2ന്ന് 1 ആണ്. അപ്പോൾ ഇവിടുന്ന് 0.2ക്ക് എത്ര ഉണ്ടാവും? 0.1 ആണ്. അപ്പോൾ 0.1 മോൾസ് ആണ് ഈ സാധനം ഉള്ളത്. അപ്പോൾ എന്ത് ചെയ്യുക? 0.1 മോൾസ് ഡിവൈഡഡ് ബൈ ഇവിടെ എത്ര ഉണ്ട്? 4 ലിറ്റർ. ലിറ്റർ ആയതുകൊണ്ട് ഇനി മാറ്റേണ്ട ആവശ്യമില്ല. ഇനി എന്ന് പറഞ്ഞാൽ ഇതെന്ന് 1 × 10⁻⁻1 ഡിവൈഡ് ബൈ 4 എന്ന് പറഞ്ഞാൽ 0.25 × 10⁻⁻1 മോൾസ് ആണ്. ഇതെന്ന് പറഞ്ഞാൽ 1 2. അപ്പോൾ 25 × 10⁻³ മോൾസ് ആണ്. അപ്പോൾ 25 മില്ലി മോളാറാണ് ഉത്തരം. ഡൺ. അടുത്ത നമ്മൾ പെർസെൻറ്റേജ് കോൺസെൻട്രേഷനാണ് പഠിക്കാൻ. അപ്പോൾ ആദ്യത്തെ വെയിറ്റ് ബൈ വെയിറ്റ് പെർസെൻറ്റേജ്. വെയിറ്റ് ബൈ വെയിറ്റ് എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ദി സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് ദി സൊല്യൂഷൻ ഇൻറ്റു. ഇത് രണ്ടും ഗ്രാംസിലാണെന്നുള്ള കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കിലോഗ്രാംസിൽ ഇത്ര നേരം നമ്മൾ പഠിച്ച കോൺസെൻട്രേഷൻ്റെ മൊളാരിറ്റിയിലായാലും ഒക്കെ കിലോഗ്രാംസ് ലിറ്റേഴ്സ് എന്നൊക്കെയാണ് കേട്ടത്. പക്ഷേ ഇവിടെ ഇനി പറയാൻ ഗ്രാംസിലായിരിക്കും. സോ വെയിറ്റ് ഓഫ് സോൾട്ട് ഇൻ ഗ്രാം ഡിവൈഡ് ബൈ വെയിറ്റ് ഓഫ് സൊല്യൂഷൻ ഇൻ ഗ്രാം ഇൻറ്റു 100. അപ്പോൾ നിങ്ങളായിരിക്കും ഇത് റേഷ്യോ അല്ല, എന്തായാലും കുഴപ്പമില്ല, ഗ്രാം ആയാലും കിലോഗ്രാം ആയാലും. പക്ഷേ നമ്മൾ ഇനി അതിൻ്റെ ഡെഫിനിഷൻ ഇടുമല്ലോ ഇങ്ങനെ
35% വെയിറ്റ് ബൈ വെയിറ്റ്. അപ്പോൾ നമുക്ക് നമ്മളായിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റും. എന്നിട്ട് നമ്മൾ എന്താ പറയുക, 35 grams ഓഫ് HCl ഉണ്ട് ഇൻ 100 grams ഓഫ് എന്തായിരിക്കും സൊല്യൂഷൻ. ഇതാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുക. അപ്പോൾ ഇവിടെ നിന്ന് കിട്ടും നമുക്ക് ഗ്രാംസ് ഓഫ് HClൻ്റെ വെയിറ്റ് കിട്ടും. അപ്പോൾ നമുക്ക് HClൻ്റെ മോൾസും കിട്ടും അല്ലെ, ഗിവൺ മാസ് ഡിവൈഡ് ബൈ മോളാർ മാസ്. ഇനി അതേപോലെ സൊല്യൂഷൻ്റെ വെയിറ്റ് കിട്ടും. സൊല്യൂഷൻ്റെ വെയിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അത് സൊല്യൂട്ടിൻ്റെ വെയിറ്റ് നിന്ന് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് സോൾവെൻ്റ് വെയിറ്റ് കിട്ടും. സോൾവെൻ്റ് വെയിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഡിവൈഡ് ബൈ മോളാർ മാസ് ചെയ്ത സോൾവെൻ്റെ മോൾസ് കിട്ടും. അപ്പം ടോട്ടൽ മോൾ ഫ്രാക്ഷൻ ഓരോന്നിനും സൊല്യൂട്ടിനെയും സോൾവെൻറ്റിനെയും കിട്ടും. മോൾ ഫ്രാക്ഷൻ കിട്ടി. പോരാനായിട്ട് നമുക്ക് മൊളാരിറ്റി കിട്ടും. മൊളാരിറ്റിക്ക് എന്ത് വേണം, വോളിയം ആണ് അല്ലേ. അപ്പോൾ മൊളാരിറ്റി കണ്ടെത്താൻ പറ്റില്ല, പക്ഷേ മൊളാലിറ്റി കണ്ടെത്താം. കാരണം മാസ് ഓഫ് സോൾവെൻ്റ് അറിയാം, മോൾസ് ഓഫ് സൊല്യൂട്ട് അറിയാം. അപ്പോൾ വെച്ചെല്ലാം കുറേ കാര്യങ്ങൾ കണ്ടെത്താൻ പറ്റും. ഓക്കെ, ഇനി അടുത്ത പെർസെൻറ്റേജ് വെയിറ്റ് ബൈ വോളിയം തന്നു വിചാരിച്ചോ. അതെന്താ, വെയിറ്റ് ആദ്യം ഫസ്റ്റ് വെയിറ്റിലാണ്. സോ വെയിറ്റ് ഓഫ് ദി സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് എന്താ സോൾവെൻ്റ് ആണോ അല്ല സൊല്യൂഷൻ ഇൻറ്റു 100, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതെന്തെന്നാ യൂണിറ്റ്, അതും ഗ്രാം, പിന്നെ അതും മില്ലി ലിറ്റർ ആണ്. ഓക്കെ, അത് ഓർമ്മിക്കുക. അങ്ങനെ നമ്മൾ 11 വെയിറ്റ് യൂറിയ സൊല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 11 grams ഓഫ് യൂറിയ ഈസ് പ്രസൻറ്റ് ഇൻ 100 ml ഓഫ് സൊല്യൂഷൻ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് നമുക്കത് മൊളാരിറ്റി ചോദിക്കുകയാണ്. മൊളാരിറ്റി ചോദിച്ചാൽ വെച്ചാൽ എത്ര മോൾസ് ഓഫ് യൂറിയ ഉണ്ട്, 11 ഗിവൺ മാസ് ഡിവൈഡ് ബൈ മോളാർ മാസ് എത്ര 60. ഓക്കെ, അപ്പോൾ മോൾസായി. ഇനി എന്താണ് വോളിയം കിട്ടണം. വോളിയം ഓഫ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എത്ര 100 ml ആണ്. സോ 100 ml എന്ന് എഴുതാൻ പറ്റില്ല, 1000 കൂടി മൾട്ടിപ്ലൈ ഡിവൈഡ് ബൈ 1000 അത് മുകളിലോട്ട് പോകുന്നത് കേട്ടോ. ഇനി അടുത്ത വോളിയം ബൈ വോളിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്താ, വോളിയം ഓഫ് ദി സൊല്യൂട്ട് ഡിവൈഡ് ബൈ വോളിയം ഓഫ് ദി സൊല്യൂഷൻ ഇൻറ്റു 100, അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് പ്രോബ്ലി വോളിയം ഓഫ് സൊല്യൂട്ട് എന്ന് പറഞ്ഞാൽ അപ്പോൾ സൊല്യൂട്ട് ഇത്ര നേരം നമ്മൾ മാസമല്ല സൊല്യൂട്ടും പറ്റി പറഞ്ഞത്. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ സൊല്യൂട്ട് എന്തായിരിക്കും, അതും ഒരു ലിക്വിഡ് ഫേസിലുള്ള ഒരു സാധനമായിരിക്കും, അത്രേ ഉള്ളൂ. വോളിയം ബൈ വോളിയം ഇനി നമുക്കൊരു ഇവിടെ നമുക്കൊരു ഇൻഫോർമേഷൻ തന്നെ ഇത്ര വോളിയം ബൈ വോളിയം പെർസെൻറ്റേജ് 80%. അപ്പോൾ ഞാൻ പറയും 80 ml ഓഫ് ഇതെന്താ എത്തനോൾ കേട്ടോ, C2H5OH ഈസ് പ്രസൻറ്റ് ഇൻ എത്രയാ 100 ml ഓഫ് സൊല്യൂഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇതാണ് അതിൻ്റെ ഡെഫിനിഷനായിട്ട് നമുക്ക് എഴുതാം, നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഇതിന് നമുക്ക് കുറേ ഇൻഫോർമേഷൻസ് കിട്ടും. ഓക്കെ, ഞാൻ അടുത്ത പാർട്സ് പെർ മില്യൺ എന്ന് പറഞ്ഞാൽ അതും വളരെ സിമ്പിളാണ്. മാസ് ഓഫ് ദി സൊല്യൂട്ട്, പാർട്സ് പെർ മില്യൺ കംപ്ലീറ്റ് മാസ് കേട്ടോ. സോ മാസ് ഓഫ് ദി സൊല്യൂട്ട് ഇൻ ഗ്രാംസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് ഇൻറ്റു 100, അത്രേ ഉള്ളൂ. ഓക്കെ, മാസ് ഓഫ് ദി സൊല്യൂട്ട് ഇൻ ഗ്രാംസ് ഡിവൈഡ് ബൈ ടോട്ടൽ മാസ് ഇൻറ്റു 100 അത്ര ചെയ്താൽ മതി. സോറി, ഇൻറ്റു 100 അല്ല, സെറ്റ് ബൈ പാർട്സ് പെർ മില്യൺ. ഒരു മില്യൺ എന്ന് പറഞ്ഞാൽ 10⁶ ആണ്. അതുകൊണ്ട് 10⁶. പാർട്സ് പെർ ബില്യൺ ആണെങ്കിൽ സെയിം സാധനം തന്നെ 10⁹ ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ ഈ ഒരു കോൺസെൻട്രേഷൻ ടേമിൻ്റെ ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാർട്ടിക്കളുടെ ഉള്ളിൽ അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ്റെ ഉള്ളിൽ വളരെ മൈന്യൂട്ടായിട്ട് സൊല്യൂട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഈ പറഞ്ഞ രണ്ട് കോൺസെൻട്രേഷൻ ടേംസ് യൂഷ്വലി യൂസ് ചെയ്യുള്ളൂ. അതൊന്നും അറിഞ്ഞിരിക്കുക. നമുക്കിതോ 10.3 grams ഓഫ് O2 ഡിസോൾഡ് ഇൻ ലിറ്റർ ഓഫ് സീ വാട്ടർ. എന്താണ് കോൺസെൻട്രേഷൻ ടേംസ് നമ്മൾ പറഞ്ഞു, സൊല്യൂട്ടിൻ്റെ വെയിറ്റ്. സോ 10.3 ഇൻറ്റു 10⁻³ grams ഡിവൈഡ് ബൈ എന്താണ് സൊല്യൂഷൻ്റെ വെയിറ്റ് അറിയണം. സൊല്യൂഷൻ്റെ വെയിറ്റ് ഇവിടെ നമുക്ക് ഇത് തന്നിട്ടുണ്ട്, 1 liter ഓഫ് സീ വാട്ടർ. 1 liter സീ വാട്ടർ തന്നെയല്ലേ നമ്മുടെ സൊല്യൂഷൻ, റൈറ്റ്. സോ സൊല്യൂഷൻ 1 liter സീ വാട്ടർ ആണ്. ഓക്കെ, ഡെൻസിറ്റി അറിയാം. സോ ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം. എന്താണ് എത്തേണ്ടത്, അടിയിൽ എന്താണ് മാസ് വേണ്ടത്. സോ മാസ് ഈസ് ഈക്വൽ ടു ഡെൻസിറ്റി. ഡെൻസിറ്റി 1.03 ഇൻറ്റു വോളിയം എന്ന് പറഞ്ഞാൽ 1 liter ആണ്. ഓക്കെ, നമ്മളിതെല്ലാം ഗ്രാംസിലാണ് പോകുന്നത്, അല്ലെങ്കിൽ ഗ്രാംസ്. അതുകൊണ്ട് 1 liter എന്ന് പറഞ്ഞാൽ വെറും 1 എന്ന് കൊടുക്കുന്നതിൻ്റെ പകരം നമ്മൾ 1000 ലിറ്റർ കൊടുക്കണം, റൈറ്റ്. 1000 മില്ലി കൊടുക്കണം. കാരണം ആകെ മൊളാലിറ്റി മാത്രം SI യൂണിറ്റ്സ്, അതായത് ലിറ്ററിലും കിലോഗ്രാംസിലും ഒക്കെ വർക്ക് ആവുന്നുള്ളൂ. ബാക്കിയുള്ള എല്ലാ മാതിരി സാധനങ്ങളും മില്ലി ലിറ്റർ അല്ലെങ്കിൽ ഗ്രാംസിലെ വർക്ക് ആവുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക കോൺസെൻട്രേഷൻ ടേംസിൻ്റെ കാര്യത്തിൽ. ഓക്കെ, അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് മാസ് കിട്ടും. ആ മാസ് ഇവിടെ കൊടുക്കാം. ആ മാസ് എന്ത് ചെയ്യുക, ഇൻറ്റു 10⁻² പാർട്സ് പെർ മില്യൺ ആണ്. സോ 6 കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഉത്തരമായി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഓക്സാലിക് ആസിഡ് എന്താണ്, സോഡിയം ഹൈഡ്രോക്സൈഡ്. ഒക്കെ ഓക്സാലിക് ആസിഡ് എന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ അറിയണമെന്നില്ല, എന്നാലും ഒന്ന് അറിഞ്ഞിരിക്കുക. H2C2O4 പ്ലസ് NaOH. അതെന്തായിട്ട് Na2CO4 പ്ലസ് 2H2. നമ്മൾ ലാബിലാണ് ചെയ്യുന്ന ഒരു സാധനം കേട്ടോ ഓക്സാലിക് ആസിഡ് ഇക്വേഷൻ. അപ്പോൾ ബാലൻസ് ചെയ്യണം കറക്റ്റായിട്ട്. 2H2 ബാലൻസ് ആയിട്ടുണ്ട്. ഇനി 50 ml ഓഫ് 50 ഇൻറ്റു 10⁻³ കാരണം എന്താ ലിറ്ററിലേക്ക് ആക്കി. ഇനി വോളിയം ഇൻറ്റു മൊളാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര മോൾസ് ആണ്. സോ 0.5 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എത്ര കിട്ടും, അല്ല ബട്ട് ഇത് ഞാൻ ലിറ്ററിലാക്കാണ്ട് തന്നെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 5, 25, 250 0.6 വരണം. അപ്പോൾ നമുക്കിവിടെ 25 മില്ലി മോളൽ എന്ന് പറയാൻ പറ്റും. 25 മില്ലി മോൾസ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇവിടെ ഒരു 10⁻³ ഉണ്ട്, കാരണം ഇവിടെ മില്ലി ലിറ്ററിനാണ്, കാരണം ലിറ്ററിലാണ് നമ്മളെ മൊളാരിറ്റി ഉള്ളത്. അതുകൊണ്ട് ഇവിടെയും അതേപോലെ തന്നെ എത്രയാണ്, ന്യൂട്രലൈസ് 25 ml ഓഫ്. ഇവിടെ നമുക്ക്
1 മോൾസിന് 2 മോൾസ് ആണെങ്കിൽ ഇവിടെ 25 മോൾസിന് ഇവിടെ എത്രയാണ് 50 മില്ലി മോൾസ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? മോൾസ് ഓഫ് NaOH കിട്ടിയിട്ടുണ്ട്. മോൾസ് ഓഫ് NaOH കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മൊളാരിറ്റി കണ്ടെത്തിക്കൂടെ? സോ ഞാൻ 50 മില്ലി മോൾസ് എൻ്റെ ഡയറക്റ്റ് ചെയ്താൽ പോകണം -3 ഹോൾ ഡിവൈഡഡ് ബൈ വോളിയം എത്രയാണ് 25 ml. സോ 25 ml ലിറ്ററിലേക്ക് മാറ്റണം. സോ 10⁻³ ഇത് രണ്ടും ക്യാൻസലായി. അപ്പോൾ എത്ര കിട്ടും? 2 മോളാർ സൊല്യൂഷനാണ് ഈ സംഭവം. 2 മോളാർ സൊല്യൂഷനാണ്, റൈറ്റ്? ഇനി amount of NaOH in 50 ml. So molarity അറിയാം, that is 2 is equal to അതെന്ത് സംഭവം? molarity എന്ന് പറഞ്ഞാൽ given mass divided by molar mass, that is 40 moles divided by volume of the solution, right? volume of the solution എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാണ്? 50 ml ആണ്. 50 ml. അപ്പോൾ അത് മാറ്റണം 10⁻³ റൈറ്റ്? അപ്പോൾ നമുക്ക് ഈ x എന്ന് പറയുന്ന സാധനം കണ്ടെത്തിക്കൂടെ? x എന്ന് പറയുന്നത് ഇങ്ങോട്ട് പോയി, അപ്പോൾ 100 x is equal to x by 40 into 10⁻³. ഇതിൽ പോയി ഇവിടെ ഒരു 10 മാത്രം, 40/10 ദാറ്റ് ഈസ് 4 grams. സോ 4 grams ആണ് ഉത്തരം കിട്ടുക. ഇതാണ് ടെക്നിക്ക്. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? HCl 35% HCl മാസ് വഴി എങ്ങനെയാണ്? അപ്പം 35 grams ഞാൻ പറഞ്ഞു മൊളാരിറ്റി മാത്രമേ നമ്മൾ SI യൂണിറ്റിൽ, ബാക്കിയെല്ലാം ഗ്രാംസ് മില്ലിലിറ്റർ അങ്ങനെയാണ്. സോ 35 grams ഓഫ് HCl എന്തിലുണ്ട്? ഇൻ 100 grams ഓഫ് സൊല്യൂഷൻ. ഓക്കെ, എന്താണ് എത്താൻ പറയുന്നത്? ഇഫ് ദി ഡെൻസിറ്റി മൊളാരിറ്റി ആണ് ചോദിക്കുന്നത്. സോ മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ 35 ഗിവൺ മാസ് ഡിവൈഡ് ബൈ മോളാർ മാസ് ഓഫ് HCl അതാണ് 36.5 റൈറ്റ്? ഹോൾ ഡിവൈഡ് ബൈ. ഇനി വോളിയം നമുക്ക് കിട്ടണം. വോളിയം കിട്ടണമല്ലോ, സ്വാഭാവികമായിട്ടും വോളിയം കിട്ടണം. അപ്പം വോളിയം കിട്ടണമെങ്കിൽ നമുക്ക് ഡെൻസിറ്റി വന്നിട്ടുണ്ട്. ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം ആണ്. ശരി, അങ്ങനെ ആകുമ്പോൾ വോളിയം ഈസ് ഈക്വൽ ടു മാസ് ഡിവൈഡ് ബൈ ഡെൻസിറ്റി. മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 grams ആണ്, റൈറ്റ്? 100 ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1.46. അപ്പോൾ എന്ത് ചെയ്യുക? 100 ഡിവൈഡ് ബൈ 1.46. വോളിയം കിട്ടിയിട്ടുണ്ട്. ഇത് പക്ഷേ മില്ലി ലിറ്ററല്ല, കാരണം മില്ലി ലിറ്ററിനാണ് ഇതുള്ളത്. സോ ഇൻറ്റു 1000 കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഉത്തരമായിട്ടുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇവിടെ എന്താ? 6.5 മോളാർ KOH. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കുറേ ഇൻഫോർമേഷൻ എടുക്കാം. 6.5 മോൾസ് ഓഫ് KOH ഇൻ മോളാർ അല്ലേ? അപ്പോൾ എന്താ പറയുക? 1000 grams അല്ലെങ്കിൽ 1 kilogram. അതേപോലെ 1000 grams ഓഫ് സോൾവെൻറ്റ്. അതിൻ്റെ ഡെഫിനിഷൻ വെച്ചിട്ടാണ് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. മോൾസ് ഓഫ് KOH ഇൻ 1000 grams ഓഫ് സോൾവെൻറ്റ്. ഓക്കെ, ഹാസ് എ ഡെൻസിറ്റി 1.89. ദ മൊളാരിറ്റി ഓഫ് ദി സൊല്യൂഷൻ. മൊളാരിറ്റി 6 മോൾസ് ഡിവൈഡ് ബൈ വോളിയം വേണം അല്ലേ? വോളിയം ആണല്ലോ, ശരിയാണ്. വോളിയം ആണെങ്കിൽ ആദ്യം നമുക്ക് എന്താണ്? ടോട്ടൽ മാസ് ഓഫ് ദി സൊല്യൂഷൻ അറിയണം. അപ്പോൾ 1000 grams ഓഫ് സോൾവെൻ്റ് ഉണ്ട്, പ്ലസ് 6.5 ഇൻറ്റു സൊല്യൂട്ടിനെ കൂടി കൂട്ടണം. 6.5 ഇൻറ്റു KOHൻ്റെ എത്രയാണ്? 56 മോളാർ മാസ്. അപ്പോൾ ഇത്രയും ടോട്ടൽ മാസ് ഉണ്ട്. സോ ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം ആണ്. അപ്പോൾ മാസ് അറിയാം, ഡെൻസിറ്റി അറിയാം, വോളിയം നമുക്ക് ഇപ്പം കണ്ടെത്താൻ പറ്റും ഇത് വെച്ചിട്ട്. അങ്ങനെ ഇവിടെ വോളിയം കണ്ടെത്താൻ പറ്റും. ഇവിടെ 1000 ചെയ്ത് കഴിഞ്ഞാൽ ഉത്തരം കിട്ടും വളരെ സിമ്പിളായിട്ട്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നല്ലൊരു ലെവൽ ക്വസ്റ്റ്യൻ ആണെന്ന് തന്നെ പറയാൻ പറ്റും. ഇപ്പോൾ ഇവിടെ ന്യൂട്രലൈസേഷൻ ഒക്കർ. ഓക്കെ, ഒരു ആസിഡ് ഉണ്ട്, നമുക്ക് അറിഞ്ഞൂടാ ആസിഡ്. അപ്പോൾ നമ്മൾ ആസിഡ് നോർമലായിട്ട് എന്താ വിളിക്കുക? H വേണം, ഹൈഡ്രജൻ വേണം അല്ലേ? N അതിൻ്റെ ബേസിസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? എത്ര H+, ഒരു ആസിഡ് മോളിക്യൂളിന് എത്ര H+ കൊടുക്കാൻ പറ്റും, അതാണ് ബേസിസിറ്റി. സോ H+A പ്ലസ് നമ്മളെ ഒരു ബേസ് ഉണ്ട് MOH ട്വൈസ്. എന്താ കിട്ടാൻ? നമുക്ക് സാധനങ്ങൾ കിട്ടും, വേണ്ട സാധനങ്ങൾ കിട്ടും, സോൾട്ട് കിട്ടും, വെള്ളം കിട്ടും. ഓക്കെ, സോ ഇവിടെ നമുക്ക് ബേസ് എത്ര വന്നിട്ടുണ്ട്? 30 ml ഓഫ്. അപ്പോൾ നമുക്ക് എത്ര മോൾസ് ഓഫ് ഈ പറഞ്ഞ ബേസ് ഉണ്ടെന്ന് കണ്ടെത്തിക്കൂടെ? 30 ml. മോൾസ് ഇൻറ്റു മൊളാരിറ്റി എത്ര കിട്ടും? എന്ത് കിട്ടും? മോൾസ് കിട്ടും, റൈറ്റ്? സോ മൊളാരിറ്റി 0.0030. സോ എത്ര കിട്ടും? 150 ആണ് വേണ്ടത്. പക്ഷേ പോയിൻറ്റ് ശേഷം 2, സോ 1.5. സോ 1.5 മില്ലി മോളല്ല കേട്ടോ, കാരണം ഇവിടെ ml ആണ്, ഞാൻ ലിറ്ററിലേക്ക് മാറ്റിയില്ല. സോ 1.5 മില്ലി മോളാണ്. ഇപ്പോൾ ഇവിടെ പോയി മോൾസ് ഓഫ് ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. മോൾസ് ഓഫ് ബേസ് എന്ന് പറയുന്നത് ഇതാണ്. ഡയറക്റ്റ് നമ്മൾ മാറ്റിയിട്ടുണ്ട്, മില്ലി മോളൊന്നുമല്ല, ഡയറക്റ്റ് അല്ല, ഈ മില്ലി മോൾ തന്നെയാണ്. എന്നിട്ടോ ബേസിൻ്റെ മോൾസ് ഇത്ര. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള നമുക്ക് A2B3 കോൺസെപ്റ്റ്, ഇതിൻ്റെ മോൾസ് ഇത്ര ആണെങ്കിൽ ഇതിനുള്ള OH മൈനസ് അല്ലെങ്കിൽ OHൻ്റെ ബേസ് എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? ഇതുകൊണ്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മോൾസ് ഓഫ് OH മൈനസ് കിട്ടും. ഓക്കെ, ഇനി ഇതെന്ന് പറഞ്ഞാൽ ആസിഡ് ബേസ് ന്യൂട്രലൈസേഷൻ റിയാക്ഷനാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ OH മൈനസിൻ്റെ മോൾസ് അല്ലെങ്കിൽ OH മൈനസിൻ്റെ ആറ്റംസ് അല്ലെങ്കിൽ OH മൈനസിൻ്റെ അളവ് അത് തന്നെയായിരിക്കും H+ൻ്റെയും അളവ് ആവേണ്ടത് എന്ന് നിർബന്ധം. കാരണം ദിസ് ഈസ് ആസിഡ് ബേസ് റിയാക്ഷൻ, റൈറ്റ്? സോ ഇതേ മില്ലി മോൾസ് ഓഫ് എന്ത് സാധനം വേണം? എന്ത് വേണം?
ഹൈഡ്രജൻ എച്ച് അല്ലെങ്കിൽ എച്ച് പ്ലസ് ആറ്റം അല്ലെങ്കിൽ എച്ച് പ്ലസ് മോൾസ് വേണം. അപ്പോൾ ഇത്രയും 3 മില്ലിമോൾ എച്ച് പ്ലസ് ആറ്റംസ് വേണം എന്നുള്ള കാര്യം മനസ്സിലാക്കാം. സോ ഇനി നമുക്ക് നമ്മുടെ ആസിഡിൻ്റെ ഇൻഫോർമേഷൻസ് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. ആസിഡിൻ്റെ 10 into 1, സോ 0.1 മില്ലി മോൾസ് ഓഫ് ആസിഡ് ഉണ്ട് എന്ന കാര്യം നമുക്ക് മനസ്സിലായിട്ടുണ്ട്. സോറി 10 പോയിന്റ് ശേഷം 1, സോ 1 മില്ലിമോൾ കേട്ടോ, 1 മില്ലിമോൾ ഓഫ് ആസിഡ് ഉള്ള കാര്യം മനസ്സിലായി. ഇനി നമുക്ക് ആസിഡിനെ പറ്റി ഒന്നും അറിയില്ലല്ലേ, HN. ഇതിപ്പം ഇവിടെ 2 എന്ന് പറഞ്ഞ സാധനം മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് OH മൈനസ് എത്ര ഉണ്ട് മനസ്സിലായതല്ലേ. മില്ലിമോൾസ് ഓഫ് ആസിഡ് അല്ല വേണ്ടത്, മില്ലിമോൾസ് ഓഫ് ഹൈഡ്രജൻ വേണം. പക്ഷെ നമുക്ക് അറിഞ്ഞുകൂടാ എത്ര ഉണ്ട് എന്ന്, H എത്ര ഉണ്ട് എന്നല്ല, ഒരു മോളിക്യൂൾ എത്ര ഉണ്ട് എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഞാൻ പറയാം N മോൾസ് ഉണ്ടെന്ന് വിചാരിച്ചു, N ഉണ്ടെന്ന് വിചാരിച്ചു, N നമ്പർ ഓഫ് H പ്ലസ് ഒരു ആസിഡ് മോളിക്യൂൾ ഉണ്ട്. ഞാൻ പറയും N ഇൻറ്റു ആസിഡിൻ്റെ ഒരെണ്ണം, അതാണ് 1 മില്ലി മോൾസ്, റൈറ്റ്. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ആയിരിക്കണം, ഇതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്താ H പ്ലസിൻ്റെ ഇതാണ് മോൾസാണ്, എത്ര H പ്ലസിൻ്റെ ആറ്റം മോൾസ് അല്ലെ, H പ്ലസ് എത്ര ആറ്റംസിൻ്റെ എത്ര മോൾസ് ഉണ്ടെന്ന് കാര്യം അത് തന്നെയായിരിക്കും OH മൈനസിൻ്റെയും ആണ്, കാരണം ദിസ് ഈസ് ആസിഡ് ബേസ്ഡ് റിയാക്ഷൻ, റൈറ്റ്. അങ്ങനെ ആകുമ്പോൾ ഈ പറഞ്ഞ N ഇത് കട്ടായി ഇത്രയും N എന്ന് പറഞ്ഞാൽ അത് 3 ആയിട്ട് വരുന്നുണ്ട്. ദാറ്റ് മീൻസ് ഒരു മോളിക്യൂളിൽ ഇത് നമ്മൾ ഈ പറഞ്ഞ 2 ഉണ്ടല്ലോ, ഇവിടെ 2 ഓൾറെഡി ഗിവണാണ്. സോ നമ്മൾ ഈ പറഞ്ഞ ആസിഡിൽ ആ ഒരു എത്രയാണ് ആ നമ്പർ ഗിവൺ അല്ല, A2B3 കൺസെപ്റ്റ് ഉപയോഗിക്കുമ്പോൾ തന്നെ അത് ഗിവൺ അല്ല. അപ്പോൾ ആ ഗിവണ്ട സാധനത്തിന് ഞാൻ എന്ന് വിളിച്ച് അങ്ങനെ ഈ N സോൾവ് ചെയ്തപ്പോൾ മനസ്സിലായി ഒരു മോളിക്യൂളിൽ 3H ഉണ്ട്. ദാറ്റ് മീൻസ് ബേസിസിറ്റി എന്ന് പറഞ്ഞാൽ അത് 3 ആണ്. ദിസ് ഇസ് എ ട്രൈ ബേസിക് ആസിഡ് എന്ന കാര്യം മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ 6.9 മോളാർ സൊല്യൂഷൻ, 6.9 മോളാർ സൊല്യൂഷൻ എന്ന് നമുക്ക് പറഞ്ഞ എന്ത് ഇൻഫോർമേഷൻ, 6 മോൾസ് ഓഫ് KOH ഉണ്ട് എന്തിലാണ്, ഇൻ 1 ലിറ്റർ അല്ലെങ്കിൽ 1000 ml ഓഫ് സൊല്യൂഷൻ എന്ന് പറയാൻ പറ്റും, റൈറ്റ്. എന്നിട്ടോ വാട്ടർ 30%, കാൽക്കുലേറ്റ് ദ ഡെൻസിറ്റി ഓഫ് ദ സൊല്യൂഷൻ. അപ്പോൾ ഞാൻ പറയും 6.9 ഇസ് ഈക്വൽ ടു എത്ര മോൾസ് എത്ര ഉണ്ട്, മോൾസ് എന്ന് പറഞ്ഞാൽ 6.9 മോൾ, സോ 6.9 മോൾസ് ഡിവൈഡഡ് ബൈ സോറി ഇവിടെ 30/30. ഇവിടെ നമ്മൾ ഈ രണ്ട് ഇൻഫോർമേഷൻസ് ഒരുമിച്ചിട്ട് ഒരു ഇൻഫോർമേഷൻസിലേക്ക് ഉപയോഗിക്കാൻ പോകണം. അപ്പോൾ 30/30 വെയിറ്റ് ഓഫ് KOH ഉണ്ട്. അപ്പോൾ ഞാൻ പറയും 30 grams ഓഫ് KOH ഇൻ 100 grams ഓഫ് സൊല്യൂഷൻ, റൈറ്റ്. അങ്ങനെ ആകുമ്പോൾ ഇവിടെ നമുക്ക് എത്ര 30 grams ഉണ്ട്. സോ 30 ഡിവൈഡ് ബൈ KOH എത്ര 56. അപ്പോൾ മോൾസ് ഓഫ് ഇത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇവിടെ അടിയിൽ വോളിയമാണ് വേണ്ടത്, അത് 1000 ഇപ്പം തന്നെ ചെയ്ത് നോക്കണം, കാരണം ഡെൻസിറ്റി ഇവിടെ തന്നിട്ടൊന്നുമില്ല. ഡെൻസിറ്റിയാണ് കണ്ടെത്താൻ പറയുന്നത്, ശരിയാണ്, ഡെൻസിറ്റി കണ്ടെത്താൻ പറയുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം, റൈറ്റ്. അടിയിൽ വോളിയം, ഇപ്പോൾ വോളിയം ഈസ് ഈക്വൽ ടു മാസ് ബൈ ഡെൻസിറ്റി. മാസ് ഓഫ് ദി കംപ്ലീറ്റ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്, സ്വാഭാവികമായിട്ടും ഇവിടെ നമ്മൾ കണ്ടെത്തുന്ന 100 grams ഓഫ് സൊല്യൂഷൻ. സോ 100 grams ബൈ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ഈ ടേം തന്നെയല്ല ആക്ച്വലി വോളിയം. ഇവിടെ നമുക്ക് ആകെയുള്ള ഒരു അൺനോൺ എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റിയാണ്. സോ ഡെൻസിറ്റി കണ്ടെത്താം. ഡെൻസിറ്റി എന്തിലായിരിക്കും കിട്ടുക, നമ്മളിപ്പം ഗ്രാംസ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് gram per ml ആണ് കിട്ടുക. ഇത്രയേ ഉള്ളൂ ഉത്തരം. ഓക്കെ, ഇനി എംപെരിക്കൽ ഫോർമുല. ആ ഒരു സംഭവം എംപെരിക്കൽ ഫോർമുല എന്ന് പറഞ്ഞാൽ ഒരു ആറ്റത്തിനുള്ള ഏറ്റവും എത്ര നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉള്ള അതിൻ്റെ സിംപ്ലസ്റ്റ് ഹോൾ നമ്പർ റേഷ്യോ ആണ്. സോ ഓക്കെ, സോ എംപെരിക്കൽ ഫോർമുല ഈസ് ഈക്വൽ ടു മോളിക്കുലർ N ഈസ് ഈക്വൽ ടു മോളിക്കുലർ ഫോർമുല ഡിവൈഡ് ബൈ എംപെരിക്കൽ ഫോർമുല മാസ്. ഇത് നമുക്ക് സാർ പിന്നെ നോക്കാം. ആദ്യം എങ്ങനെയാണ് എഴുതേണ്ടത് അല്ല ആദ്യം. സോ ആദ്യം നമുക്ക് എക്സ് വൈൻ്റെ പെർസെൻറ്റേജ് തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ മോൾസ് ഓഫ് കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ വെയിറ്റിൻ്റെ പെർസെൻറ്റേജ് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ അതിൻ്റെ വെയിറ്റിൻ്റെ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി അത് എത്ര മോൾസ് ഉണ്ട് എന്നുള്ളൊരു അർത്ഥം തന്നെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അല്ല അതിൻ്റെ വെയിറ്റ് ഇത് 75% വെയിറ്റ് ഉണ്ട്, അതേപോലെ ഇത് എത്ര വെയിറ്റ് ഉണ്ട് പെർസെൻറ്റേജ് തന്നിട്ടുണ്ടെങ്കിൽ പോലെ അത് വെയിറ്റ് പോലെ തന്നെ നമ്മൾ കണക്കാക്കാം. അങ്ങനെ ആകുമ്പോൾ ഈ പറഞ്ഞ 75.8 ഡിവൈഡ് ബൈ അതിൻ്റെ മോളാർ മാസ്, ബിക്കോസ് എത്ര മോൾസ് കിട്ടണം, ആ മോൾസാണ് ഓരോന്നിൻ്റെയും റേഷ്യോസ് വരാം ഓരോ മോളിക്യൂളിലുള്ള. അങ്ങനെ ആകുമ്പോൾ അത് മോൾസ് കൊണ്ട് അതിൻ്റെ അറ്റോമിക് മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യും, ഇത് അതിൻ്റെ അറ്റോമിക് മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യും, ഒരു സാധനം കിട്ടും. എന്നിട്ട് അതിൻ്റെ അകത്തിൽ ഏറ്റവും ചെറിയ വാല്യൂ ഉണ്ടല്ലോ, ആ ചെറിയ വാല്യൂ കംപ്ലീറ്റ്, ഇപ്പം കിട്ടിയത് ഒരു ഹോൾ നമ്പർ റേഷ്യോ അല്ലല്ലോ, അതുകൊണ്ട് ഏറ്റവും ചെറിയ വാല്യൂ കംപ്ലീറ്റ് ഇക്വേഷൻ ഇത് എല്ലാത്തിനും കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഇപ്പോൾ 1.5 എല്ലാത്തിനും കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഇപ്പോൾ ഇത് 1 കിട്ടും, ഇവിടെ 2 കിട്ടും. സോ 2:1 റേഷ്യോസ് X2/1 എന്ന രീതിയിലായിരിക്കും ഉണ്ടാവുക. അങ്ങനെ തന്നെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ അങ്ങനെ തന്നെ ചെയ്യാം. ഇവിടെ നമുക്ക് സിമ്പിളായിട്ട് 50% സൾഫർ ഉണ്ട് പോലും ഓക്സൈഡ്, ഒരു സൾഫർ ഓക്സൈഡ് എങ്ങനെയാണെന്ന് അറിയില്ല, നമ്പേഴ്സ് എത്രയാണെന്ന് അറിഞ്ഞൂടാ, X/Y ആണ് അറിഞ്ഞൂടാ. അപ്പോൾ ഞാൻ പറയും X സൾഫർ ഉണ്ടല്ലോ, അതിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ X ഇൻറ്റു ഞാൻ പറയും സൾഫറിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 32 ഡിവൈഡ് ബൈ X ഇൻറ്റു 32 പ്ലസ് Y ഇൻറ്റു 16, കാരണം അതിനല്ലേ മാസ് ഡിവൈഡ് ബൈ ടോട്ടൽ മാസ് ഇൻറ്റു 100 ഇസ് ഈക്വൽ ടു നമുക്ക് പറയാൻ പറ്റും 50%. അതാണ് 50%. ഇവിടെ നമുക്ക് സിമ്പിളായിട്ട്
എക്സും വൈയുടെ റേഷ്യോ കണ്ടെത്താൻ പറ്റുക. എക്സും വൈയുടെ റേഷ്യോസ് ഇതാ കണ്ടെത്തിയിട്ടുണ്ട്. ആ എക്സും വൈയുടെയും സ്മോൾ നമ്പർ റേഷ്യോ തന്നെയാണ് ഉത്തരം. ഇതാ 1:2 ആ ഒരു റേഷ്യോ തന്നെയാണ് ഉത്തരം SO2. ഇത്രയേ ഉള്ളൂ.